വളരെയേറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ദീപലേഖയുടെ മരണം. ആ സംഭവ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് വരാൻ കഴിഞ്ഞത്. ഞാൻ ഒരു പ്രത്യേക പരിപാടിക്ക് വേണ്ടി വിദേശത്ത് പോയതായിരുന്നു. അവിടെ നിന്നാണ് അറിയുന്നത്. അപ്പോൾ അസഹനീയമായിട്ടുള്ള ഒന്നായിട്ട് തോന്നി. കാരണം ദീപലേഖ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ട ഒരു HI ആയിരുന്നു എന്നുള്ളത്. അവിടെ ചൊക്ലി ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ ഒരു വലിയ വിഷമം ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വല്ലാത്ത ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള മരണമാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കാരണം ദീപലേഖയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് സ്ഥലം മാറ്റം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു. നേരത്തെ കൂത്തുപറമ്പിലേക്ക് മാറ്റിയപ്പോൾ മട്ടന്നൂരേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മട്ടന്നൂരേക്ക് മാറ്റിയപ്പോൾ തന്നെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റരുത് എന്ന് പറഞ്ഞൊരു അപേക്ഷ കുമ്മണ്ടിന് കൊടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അവർ വീണ്ടും സ്ഥലം മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥലം മാറ്റമെല്ലാം മാനുഷിക പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്ഥലം മാറ്റാതിരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും തീരെ ഇല്ലാത്ത ആളുകളില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ മാറ്റി നിശ്ചയിക്കുകയൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ പറയുന്ന നോംസ് എല്ലാം തന്നെ അതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണല്ലോ. ഞങ്ങളെല്ലാം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി വരുമ്പോൾ അവരെ പരമാവധി സ്ഥലം മാറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആക്സിഡൻറ്റിൻ്റെ പരിക്കോടുകൂടിയാണ് ആ HI ജോലി ചെയ്തിരുന്നത്, ദീപലേഖ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു പ്രതികാര നടപടി പോലെ മാറ്റുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളത്തിൽ ഒരു ഗവൺമെൻറ്റും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരുമാതിരി വലിയ പ്രതികാരം ചെയ്യുന്നത് പോലെ തലങ്ങും വിലങ്ങും മനുഷ്യരെ മാറ്റുകയാണ്. ഇപ്പോൾ കേരളത്തിൽ 3-4 ആത്മഹത്യകൾ ഈ സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് താങ്ങാനാവാതെ, പ്രയാസം താങ്ങാനാവാതെ മരണമുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രഷറും കൂടിയാണ് ഇത്തരത്തിലൊരു സ്ട്രോക്ക് വരാനും ദീപലേഖ നമ്മളിൽ നിന്ന് മാറിപ്പോകാനും അവരുടെ ജീവൻ വെടിയാനും കാരണമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഒരു സ്ഥലം മാറ്റൽ, ഏതെങ്കിലും സംഘടനയുടെ പ്രവർത്തകരാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ തെക്ക് വടക്ക് ഓടിക്കുക എന്നൊരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചതായി കാണുന്നുണ്ട്. സർക്കാർ അത്തരം സമീപനം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണം. ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. അപ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പ്രൊമോഷൻ ട്രാൻസ്ഫറൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെ മാറ്റുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് അവർക്ക് സൗകര്യമുള്ളൊരു സ്ഥലത്ത് കൊടുക്കുക എന്നുള്ളതാണ് കാണാറ്. പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത ശരിയാണെങ്കിൽ പെൻഷനാവാൻ 1 മാസം നിൽക്കുന്ന, അല്ലെങ്കിൽ 2-3 മാസം മാത്രം ബാക്കിയുള്ള ആളുകളെ അടക്കം വളരെ അകലേക്കൊക്കെ സ്ഥലം മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്ത സംഭവമായിപ്പോയി. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദീപലേഖയുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ആഘാതം അത് ചെറുതല്ല. ഇപ്പോൾ സുരേഷ് ബാബു ശ്രീസ്ത നമുക്കെല്ലാം അറിയുന്നയാളാണ്. അദ്ദേഹത്തിനത് താങ്ങാൻ കഴിയാത്തൊരു കാര്യമായിട്ടാണ് കണ്ടത്. ഒറ്റ മകളാണ്, മകൾ എഞ്ചിനീയറാണ്. അപ്പോൾ ആ കുട്ടിക്കും ദീപലേഖയുടെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം ഉണ്ടായിട്ടുള്ള പ്രയാസം അത് നമുക്ക് നികത്താനാവാത്തതാണ്. പക്ഷേ അതെല്ലാം നേരിട്ടേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ, ഈ പ്രയാസം നേരിടാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദീപലേഖയുടെ കുടുംബത്തിൻ്റെയും ദീപലേഖയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരു HI എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നയാളാണ്. അപ്പോൾ ദീപയാണെങ്കിൽ വളരെ ഇഷ്ടമായിരുന്നു നാട്ടുകാർക്കാകെ എന്നാണ് പറഞ്ഞത്. അവരുടെ വിയോഗത്തിൽ സങ്കടപ്പെടുന്ന എല്ലാവരോടും ഒത്ത് സങ്കടപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും സ്ഥലമാറ്റമൊക്കെ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള മാനുഷിക പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം എന്നുള്ളത് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെയും ഓർമ്മപ്പെടുത്തുകയാണ്.